നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണത്തിന് ഇ-വേ ബിൽ ഏർപ്പെടുത്താനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണം. സ്വർണ വ്യാപാര മേഖലയിൽ ഇ-വേ ബിൽ ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കൊടുവള്ളി ആവശ്യപ്പെട്ടു. 29 ഗ്രാം സ്വർണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇ-വേ ബിൽ ഏർപ്പെടുത്തുമെന്ന നിബന്ധന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വിവാഹിതരായ സ്ത്രീക്ക് 500 ഗ്രാം, പെൺകുട്ടികൾക്ക് 29 ഗ്രാം, പുരുഷന്മാർക്ക് 100 ഗ്രാം വീതം സ്വർണം യാതൊരു രേഖയും ഇല്ലാതെ കൈവശം വെക്കാമെന്നുള്ള ആദായ നികുതി വകുപ്പിന്റെ നിയമം കാലങ്ങളായി നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് 29 ഗ്രാം സ്വർണവുമായി പോകുന്ന ഏതൊരാളെയും പിടികൂടാനും പരിശോധിക്കാനും പിഴ ചുമത്താനും GST ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നത് സമൂഹത്തിൽ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അസോസിയേഷൻ തിരൂർ മേഖലാ കൺവെൻഷനും കേരള ഇന്റർനാഷണൽ ജ്വല്ലറി ഫെയർ റോഡ് ഷോയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാറ്റ് നിലവിൽ വന്നപ്പോൾ ഇ-വേ ബില്ലിന്റെ പരിധിയിൽ നിന്ന് സ്വർണത്തെ ഒഴിവാക്കിയതാണ്. സ്വർണത്തിന്റെ പ്രത്യേകതയും സുരക്ഷയും കണക്കിലെടുത്താണ് ഇത്. എന്നാൽ ഇപ്പോൾ ഇതുകൊണ്ട് വരാനുള്ള നീക്കം സ്വർണ വ്യാപാര മേഖലയെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് എർബാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഇക്കഴിഞ്ഞ SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്വർണ വ്യാപാരികളുടെ മക്കൾക്ക് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ മൊമെന്റോ നൽകി ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ അഹമ്മദ് പൂവിൽ, അരുൺ നായിക്, CH ഇസ്മായിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി KT അക്ബർ, PR പ്രേമൻ, ശീതരൻ പരപ്പനങ്ങാടി, PP അബ്ദുൽ റഹ്മാൻ, സമദ് പ്ലസൻ, കനക മഹൽ ബാബു, K മുഹമ്മദ് അലി, MC ഹാരിഫ്, വെള്ളത്തൂർ അസീസ് എന്നിവർ പ്രസംഗിച്ചു. അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലും ഉന്നത വിജയം നേടിയ നമ്മുടെ മക്കളെ, വിദ്യാർത്ഥികളെ നമ്മൾ ഈ പരിപാടിയിൽ വെച്ച് ഒരു മൊമെന്റോ നൽകി ആദരിക്കുകയാണ്. 4 വർഷങ്ങളായി നമ്മുടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഒരു വിപുലമായ പരിപാടിയാണ് കേരള ഇന്റർനാഷണൽ ജ്വല്ലറി ഫെയർ, നമ്മുടെ GJCയുടെ ദേശീയ സമ്മേളനം. അപ്പോൾ ഈ സമ്മേളനത്തിലും നമ്മുടെ പ്രദർശനത്തിലും പങ്കെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും നിർബന്ധമായി ഈ പരിപാടിയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അതിന് രജിസ്ട്രേഷനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മെമ്പർമാർക്ക് ഇതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പാസ് വരികയും അത് ഓരോരുത്തരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പാസ് ലഭിക്കാത്ത ബാക്കിയുള്ള ആളുകൾ, അതായത് നിങ്ങളുടെ കടയിലുള്ള നിങ്ങളുടെ സഹപ്രവർത്തകർ, സ്റ്റാഫ് അംഗങ്ങൾ, നിങ്ങളുടെ പാർട്ട്ണർമാർ, മറ്റ് മാനേജർമാർ തുടങ്ങിയവർക്ക് പാസ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ രജിസ്ട്രേഷനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊരു നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെപ്പറ്റി പറയുകയും പഠിക്കുകയും അത് അംഗങ്ങളിൽ എത്തിക്കുകയും ചെയ്യുക എന്നൊരു ചുമതല നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത് അതങ്ങ് കളഞ്ഞ് നമ്മളെ വഴിക്ക് പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം വരാത്തത് കൊണ്ട് തന്നെ അടുത്ത ദിവസം വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്ക് അതുവരെ ഇങ്ങനെ നമുക്ക് സഞ്ചരിക്കാം. ഒരുപാട് വിഷയങ്ങൾ ഓരോ തവണയും വന്നുകൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് നമ്മുടെ സ്വർണ്ണ വ്യാപാര മേഖല. കഴിഞ്ഞ ഞായറാഴ്ച 23-ാം തീയതി തിരുവനന്തപുരത്ത് മന്ത്രി ശ്രീ V ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസം നമുക്ക് വിടാം, തൊഴിൽ സ്വീകരിക്കാം, അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു. അവിടെ ഓരോരോ പുതിയ വിഷയങ്ങൾ വരുന്നത് ഞാൻ സൂചിപ്പിക്കുന്നു എന്നുമാണ്. അദ്ദേഹം പറഞ്ഞത് തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാരികൾ കേരളത്തിൽ നിലനിൽക്കുന്ന സ്വർണ്ണ വ്യാപാരി ക്ഷേമനിധി, ആഭരണ തൊഴിലാളി ക്ഷേമനിധിയിൽ അടയ്ക്കേണ്ടുന്ന അംശാദായം കഴിഞ്ഞ 10 വർഷമായിട്ട് അടച്ചിട്ടില്ല. വളരെ ചെറിയ ഒരു സംഖ്യയാണ് അടയ്ക്കേണ്ടത്, 1,00,100 രൂപ മാത്രം. അത് തന്നെ 10 കൊല്ലത്തെ പൂർവ്വകാല പ്രാബല്യത്തോടു കൂടിയാണ് അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവം. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ, അത് അടയ്ക്കേണ്ട ആളുകളൊക്കെ കുത്തുപാളി എടുത്തു പോകുന്നുള്ളതിന് ഒരു സംശയവും. ഒരുപാട് പ്രയാസങ്ങൾ ആ ഒരു സംഭവത്തിനുണ്ട്. അദ്ദേഹത്തോട് അത് മറുപടി പറഞ്ഞത് മനസ്സിലാക്കാൻ മുഖ്യപ്രഭാഷകൻ എന്ന നിലയിൽ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. രാഷ്ട്രീയക്കാരാണല്ലോ, അവർക്ക് പറയാനുള്ളതും പറഞ്ഞ് അവരങ്ങ് പോയി. അവരങ്ങനെയാണ്, മൈക്കിൻ്റെ കോളഹമ്പി പോലെ ഇരിക്കുന്ന ഒരു സാധനം.
നമ്മളിലേക്ക് പറയാമെന്നല്ലാണ്ട് നമ്മൾ നമ്മോട് കേൾക്കാനുള്ളത് സൗകര്യമൊന്നും അവർ കേൾക്കില്ല. അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞങ്ങ് പോയി. ആ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവം എത്രയുണ്ടെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ അതിനു വേണ്ടി രണ്ടാമത് പോകണം. നമ്മുടെ സംഘടനയുടെ മലപ്പുറം ജില്ലയുടെ ഒരു കൗൺസിൽ മീറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ വൈത്തിരി വില്ലേജിൽ. ഇവിടുന്നുള്ള കൗൺസിൽ അംഗങ്ങൾക്ക് പങ്കെടുക്കാം. അത് വെച്ചിക്കണ തന്നെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്. മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവും. നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇന്ന് വരെ മലപ്പുറം ജില്ല അത്തരത്തിൽ ഒരുങ്ങിയിട്ടില്ല. വ്യാപാരി വ്യവസായയുടെ ആളുകൾക്കൊക്കെ അറിയാം, വൈത്തിരി വില്ലേജിൽ ഒരാൾക്ക് പെയർ ഹെഡ് 5500 റുപ്യക്ക് വരും. ഇത് 2000 റുപ്യ നിങ്ങളെ സംഘടനയോട് വാങ്ങിയിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ 2 ദിവസം 1.5 ദിവസം പൂർണ്ണമായിട്ടും അതിൽ പങ്കെടുക്കാൻ ഇവിടെ 12 കൗൺസിൽ അംഗങ്ങളാണ് ഉണ്ട് പറഞ്ഞത്. അവർക്ക് പങ്കെടുക്കാം. അത് നിങ്ങളുടെ നേതൃത്വത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളതിൽ പങ്കെടുക്കണം. കാരണം എന്താ അറിയോ, ഒരു കൗൺസിൽ മീറ്റ് പങ്കെടുത്ത് കുറച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ച് നമ്മുടെ അണികൾക്ക് അത് എത്തിച്ചു കൊടുത്താലുള്ളൂ ഈ ആളുകളെ കിട്ടും ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട കേരള വ്യാപാരി വ്യവസായ ഏകോപന താങ്ങും തളലുമായിട്ടുള്ള ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ള അഫിലിയേറ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഈ സ്വർണ്ണ വ്യാപാര മേഖലയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇവിടെ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഒരു അധ്യാപകൻ വിദ്യാർത്ഥിക്ക് ചൊല്ലിത്തരുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നും ഞങ്ങളുടെ കുടുംബത്തിന് കൊണ്ടുപോകാനല്ല. വ്യാപാര മേഖലയിൽ നേരത്തെ അബ്ദുൽ അസീസായി പറഞ്ഞതുപോലെ സുഗമമായി ഇന്ന് കച്ചവടം ചെയ്യും. ഇന്ന് ഏതെങ്കിലും വ്യാപാര മേഖലയിൽ കള്ളൻ കൊണ്ടുപോയ സ്വർണം ആ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് എന്നത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. മറ്റത് അങ്ങനെ ആയിരുന്നില്ലല്ലേ? ഒരു പ്രശ്നത്തിൽ ഇടപെട്ടും ആ പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മൾ വ്യാപാരികൾക്ക് അറിവ് പകരുന്നതിലും അത് പരിഹരിച്ച് നൽകുന്നതിലും നിൽക്കുന്ന ഒരു സംഘടനയാണ് AKGSMA. ഒരു സംഘടന അത് വന്നു കഴിഞ്ഞാൽ ആ സംഘടന അതിൻ്റെ പ്രവർത്തന രീതി നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് AKGSMA. 2016 മുതൽ ഇങ്ങോട്ട് നോക്കുകഴിഞ്ഞാൽ ഏറ്റവും വലിയ നിയന്ത്രണങ്ങളിലൂടെയാണ് നമ്മുടെ സംഘടന പോയിക്കൊണ്ടിരുന്നത്. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.